ഞാനൊരു പൂവ് പിടിക്കും. ആ പൂവ് നീയായിരുന്നു. നീ എന്ന് എൻ്റേതാകുന്നു ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് പ്രിയത്തോടെ. ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി എത്ര കാത്തിരിക്കാനും നമ്മൾ തയ്യാറാണ്. അതെ, എത്രത്തോളം നമ്മൾ അയാൾ ഇഷ്ടപ്പെടുന്നു അത്രത്തോളം നമ്മൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കും. ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, അതിനൊക്കെ പറഞ്ഞൊരു സാധനം. എന്തായാലും ഈ ഒരു പരിപാടിയുടെ എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരെയാണ്. ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു കോളേജ് റേഡിയോ ആയിട്ട് മാറട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാനൊരു പ്രത്യേകിച്ചും പ്രോഗ്രാം കോർഡിനേറ്റർ ഷാന സിക്ക് മിസ്സൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളുടെ സഹകരണം കൂടി വേണം. പിന്നെ എനിക്കൊരു ആഗ്രഹം നിങ്ങൾ മാത്രമല്ല, കോളേജിലെ എല്ലാവരോടും ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം കൂടിയാണ്, കാരണം എല്ലാവരും എനിക്ക് കാണാൻ പറ്റുമോ. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടതിൽ. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ കയ്യിൽ ആ പ്രോഗ്രാമിൻ്റെ ഓണറിൽ പോണ എല്ലാ സംഭവവും നമ്മളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പം നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളിടാം. അപ്പോൾ നമ്മുടെ പ്രത്യേകം നമുക്ക് ഇഷ്ടമുള്ള പാട്ടിടാം. ഓൾറെഡി പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് അങ്ങനെ പ്ലേ ചെയ്തു, പ്രോഗ്രാം ചെയ്തു. കോളേജ് ഒരുപാട് പേര് വിളിച്ചു, അവരോട് സംസാരിച്ചു. പ്രോഗ്രാം 12 മണിക്ക് കഴിഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല. ഫോൺ എടുത്ത് ഫസ്റ്റ് പറഞ്ഞ പരിപാടി, ജലീലെ നീ രാവിലത്തെ പ്രോഗ്രാം ചെയ്യേണ്ട, നീ ഈ പ്രോഗ്രാം ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഈ 2012 ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് RJ നിതിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അവനാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് പ്രണയസല്ലാപം എന്നാണ് കേട്ടോ. രാത്രി 10 മണി പ്രണയസല്ലാപം എന്നൊക്കെ ഷോടെ പേര്. അപ്പോൾ ആ പരിപാടി പുള്ളി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, എടാ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പണിയൊന്ന് സഹായിക്കുമോ, പരിപാടി ഒന്ന് പകരം ചെയ്യുമോ എന്ന് ചോദിച്ചു.